ഹായ് നമസ്കാരം. നിഷാസ് ഫുൾ കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട് കിച്ചണിൽ. ഞാൻ ആദ്യം വന്നൊന്ന് ഇൻട്രോ തരാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പാചകം ചെയ്യുന്നത് മാത്രമായിരുന്നു എടുത്തിരുന്നത് അല്ലേ. അപ്പോൾ ഇന്നൊരു മാറ്റം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പൊന്നാനി സ്പെഷ്യലിൽ ഒരു മത്തി തപ്പ് വയ്ക്കലാണ്. എങ്ങനെയാണ് മത്തി തപ്പ് വയ്ക്കുക എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. കുരുമുളക്, പച്ചമുളക്, തക്കാളി, സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ അതുപോലെ ഇഞ്ചി ഒരു കഷ്ണം, വെളുത്തുള്ളി. പിന്നെ നമുക്ക് വേണ്ട മത്തി നമുക്ക് ഒന്ന് വരകാം. തപ്പ് വയ്ക്കുന്നതിന് ആവശ്യമുള്ള മത്തി എടുത്ത് വരകിയെടുക്കാം. അങ്ങനെ എത്രയാണോ നമ്മൾ തപ്പ് വയ്ക്കാൻ എടുക്കുന്നത് അത്രയും മത്തി വരകി എടുക്കുക. കൂടാതെ നമുക്ക് ഇതിലേക്ക് കൊടംപുളി ആവശ്യമുണ്ട് കേട്ടോ. ഒരു ചെറിയ കഷ്ണം കൊടംപുളി ആവശ്യമുണ്ട്. അത് നമ്മളിതിൽ കുതിരാനായിട്ട് വയ്ക്കും. എന്നിട്ട് മിക്സിയിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളുടെ മത്തി ഒന്ന് വരകിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മസാല നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് പൊന്നാനിക്കാരുടെ മത്തി തപ്പ് വയ്ക്കൽ എന്നുള്ളത് കാണാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് എടുത്ത് ഞാൻ തപ്പ് വയ്ക്കുന്നതിനുള്ള മനസ്സെടുത്തിട്ട് വരകിയിട്ടുണ്ട്. മത്തി എടുത്ത് വരക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചെടുക്കാനുണ്ട്. അത് ചതച്ചെടുക്കണം. പിന്നെ കൂടാതെ നമ്മുടെ കൊടംപുളി കുതിർത്തിയിട്ട് അത് ചെറുതായി അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്കൊന്ന് ചതച്ചിട്ട് വരാം. ഇനി നമ്മൾ സവാള എല്ലാ മസാലകൾ കൂട്ടിയെടുക്കാം. സവാള, തക്കാളി, പച്ചമുളക്, അതുപോലെ വേപ്പില, കുരുമുളക്, ഉപ്പ് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീർ ചില്ലി പൗഡർ, അല്പം വെളിച്ചെണ്ണ, ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, കൊടംപുളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൊടംപുളിയും ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി കൈകൊണ്ട് നന്നായിട്ട് ചേർക്കുക. നന്നായി മിക്സ് ചെയ്ത് നമുക്ക് തപ്പ് വയ്ക്കുന്നതിനുള്ള മസാല തയ്യാറാക്കാം.
ഇതിലേക്ക് നമുക്ക് മത്സ്യം മത്തി വരകിയത് നിരത്തി വെച്ച് കൊടുക്കാം. മത്തി ഓരോന്നായിട്ട് വയ്ക്കാം. ഇത്രയാണ് ഞാൻ എടുക്കുന്നത്. ഇതിനി ഇതിലേക്ക് തേച്ച് കൊടുക്കുക. ആയില്ല. അങ്ങനെ നമ്മൾ ചൂട് കട്ടിയില്ല നമ്മുടെ ഇണ്ടാലിയത്തിൻ്റെ ചീഞ്ചട്ടി ആയാലും മതി, അത് വയ്ക്കുക. അടുപ്പത്ത് വെച്ച് അത് കത്തിച്ച് നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് വാഴയില വെച്ച് കൊടുക്കുക. നന്നായിട്ട് വാഴയില വെച്ച് അതിലേക്ക് നമ്മളുടെ മസാല തേച്ചിട്ടുള്ള മത്തി നമ്മളിത് മാറ്റുക. അതിലേക്ക് ആ മസാല നിരത്തി വയ്ക്കുക. നമുക്ക് ഈ മസാല ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുക. അതിൽ കുറച്ച് മസാല നിരത്തി അതിൽ മത്തി നിരത്തുക. മത്തി നിരത്തി വെച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് മത്തി നിരത്തി വെച്ച് അതിൻ്റെ മേലെ നമുക്ക് ഈ ഒരു ബാക്കിയുള്ള മസാലയും കൂടെ വെച്ച് കൊടുക്കാം. ഇനി തീ സിമ്മിലിടണം. തീ നമ്മൾ സിമ്മിലാക്കി വയ്ക്കുക. ഓക്കെ, അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഇടയ്ക്ക് കാണണ്ട. അങ്ങനെ നമ്മൾ മസാലയൊക്കെ മേലെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി മേലെ ഇതുപോലത്തെ ഒരു നമ്മുടെ പത്തിരിച്ചട്ടി വയ്ക്കുക. പത്തിരിച്ചട്ടി വെച്ച് മേലെ നമുക്ക് കനലിടാം. അങ്ങനെ കനലിതിൽ ഇടുക. മേലെ കനലിടുക. അങ്ങനെ ഒരു 15 മിനിറ്റ് നമ്മളിതിങ്ങനെ വേവിക്കാം. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ ഈ വെച്ചിട്ടുള്ള മത്തിയൊക്കെ വെന്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നല്ലൊരു ഐറ്റമാണ്. ഉപ്പും പുളിയും എരിവും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്ക് നോക്കാം. ഇതിങ്ങനെ സിമ്മിൽ ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ ഞാൻ ആ ചട്ടിയൊക്കെ വെണ്ണീർ മേലെ വെച്ചിട്ടുണ്ടായിരുന്നൊക്കെ എടുത്തു കേട്ടോ. ഇപ്പോൾ നമ്മളെ തപ്പ് വെച്ചത് ഏകദേശം ആയിട്ടുണ്ട്. 15 മിനിറ്റ് ഇപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മത്തി തപ്പ് വെച്ചത് ആയിട്ടുണ്ട്. നോക്കാം, വെന്തിട്ടുണ്ടോ നോക്കാം.
വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, കഷ്ണമൊക്കെ വെന്തിരിക്കുന്നു. ഇനി തീ ഓഫാക്കാം. ഓഫാക്കിയിട്ട് ഇതെടുത്ത് മാറ്റാം. നമ്മുടെ തപ്പ് വെച്ചത് ഇവിടെ റെഡി ആയിട്ട് കണ്ടല്ലോ, സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണമൊക്കെ വെന്തുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മത്തി തപ്പ് വയ്ക്കുന്നത്? ഞങ്ങളുടെ നാട്ടിൽ മത്തി തപ്പ് വയ്ക്കുക എന്നാണ് പറയുക. ഓരോ നാട്ടിലും എങ്ങനെയാണ് അതിന് പേരെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വിഭവമായി കാണുന്നത് വരെ ബായ്. താങ്ക് യു.